മഹാരാഷ്ട്രയിലെ സമാജ്വാദി പാർട്ടി ഘടകത്തിനെതിരെ ആഞ്ഞടിച്ച് ശിവസേന UBT വിഭാഗം നേതാവ് ആദിത്യ താക്കറെ. സംസ്ഥാനത്തെ സമാജ്വാദി പാർട്ടി പലപ്പോഴും BJPയുടെ B ടീമിനെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നായിരുന്നു ആദിത്യയുടെ വിമർശനം. മഹാവികാസ് അഘാടി സഖ്യം തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിനു പിന്നാലെയാണ് മുന്നണിയിലെ പടലപ്പിണക്കങ്ങൾ മറനീക്കി പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ പ്രമുഖ സമാജ്വാദി പാർട്ടി നേതാവും MLAയുമായ അബു അസ്മി മുന്നണി വിടുകയാണെന്ന പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് ആദിത്യ വിമർശനം കടുപ്പിക്കുന്നത്. എന്നാൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷ മുന്നണിയിലെ പ്രധാന കക്ഷിയായ സമാജ്വാദി പാർട്ടിയെയും അഖിലേഷ് യാദവിനെയും കുറിച്ചല്ല താൻ പറഞ്ഞതെന്നും സംസ്ഥാനത്തെ സാഹചര്യമാണ് ചൂണ്ടിക്കാട്ടിയതെന്നും ആദിത്യ പിന്നീട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. തന്റെ പ്രതികരണം ഒരിക്കലും അഖിലേഷ് യാദവിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതല്ല എന്നാണ് ആദിത്യ പറയുന്നത്. അഖിലേഷ് ജി പോരാടുകയാണ്, എന്നാൽ ഇവിടെ അവർ ചിലപ്പോൾ BJPയുടെ B ടീമിനെ പോലെയാണ് പെരുമാറുന്നത്. ഇതും നമ്മൾ കണ്ടിട്ടുള്ളതാണെന്നാണ് ആദിത്യ താക്കറെ അബു അസ്മിയെ ചൂണ്ടിക്കാട്ടി വിമർശിച്ചത്. ഇതോടെ മഹാവികാസ് അഘാടി സഖ്യത്തിലെ ഭിന്നതകൾ കൂടുതൽ വ്യക്തമായി വരികയാണ്. ശിവസേനയുടെ ഹിന്ദുത്വ അജണ്ട ചൂണ്ടിക്കാട്ടിയാണ് അബു അസ്മി മുന്നണി വിടുകയാണെന്ന തീരുമാനം സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു പത്രപരസ്യവും സോഷ്യൽ മീഡിയ പോസ്റ്റുമാണ് അസ്മിയെ പ്രകോപിപ്പിച്ചത്. ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട പോസ്റ്റിൽ ഉദ്ധവിന്റെ മകൻ ആദിത്യയുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ഇതോടെയാണ് അസ്മി മുന്നണി വിടുകയാണെന്ന് പ്രഖ്യാപിച്ചത്. ബാബറി മസ്ജിദ് തകർത്തവരെ അഭിനന്ദിച്ച് ശിവസേന ഒരു പത്രത്തിൽ പരസ്യം നൽകി. ഉദ്ധവ് താക്കറെയുടെ സഹായിയും മസ്ജിദ് തകർത്തതിനെ അഭിനന്ദിച്ച് എക്സിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങൾ MBA വിടുകയാണ്, ഞാൻ അഖിലേഷ് യാദവുമായി ചർച്ചയിലാണെന്നാണ് അസ്മി അറിയിച്ചത്. ഇതിനു പിന്നാലെയാണ് ആദിത്യ ഇപ്പോൾ മറുപടിയുമായി രംഗത്ത് വന്നത്. ഞങ്ങളുടെ ഹിന്ദുത്വം വ്യക്തമായി എന്നായിരുന്നു ആദിത്യ പറഞ്ഞത്. ഞങ്ങൾ ഹിന്ദുത്വവാദികളല്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഹിന്ദുത്വത്തിന്റെ ഹൃദയത്തിൽ രാമനും കൈകളിൽ കർമ്മവുമാണ്. ഞങ്ങളുടെ ഹിന്ദുത്വം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണെന്നാണ് ആദിത്യ പ്രതികരിച്ചത്. എന്നാൽ ആദിത്യയുടെ പ്രതികരണം മഹാവികാസ് അഘാടിയിലെ അഭിപ്രായ ഭിന്നത കൂടുതൽ ശക്തമാക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ കഴിഞ്ഞ മാസം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യത്തിന് വമ്പൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. സംസ്ഥാനത്ത് 200-ലധികം സീറ്റുകളുമായി BJP നേതൃത്വം നൽകുന്ന മഹായുതിയാണ് അധികാരത്തിലെത്തിയത്. ഇതിനു പിന്നാലെയാണ് MBAയിൽ ഭിന്നത രൂക്ഷമാവുന്നത്. അതേസമയം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഉപമുഖ്യമന്ത്രിമാരായി ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച മുംബൈയിൽ നടന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയാണ് ഫഡ്നാവിസിന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. 288 നിയമസഭാ സീറ്റുകളിൽ 230-ലും മഹായുതിയാണ് വിജയിച്ചത്. BJP 132 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയപ്പോൾ ശിവസേനയും NCPയും യഥാക്രമം 57-ഉം 41-ഉം സീറ്റുകളാണ് നേടിയത്.